സൂപ്പർ കൺമണിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. കൺമണിയാണ് കൃഷിനെ കെട്ടിപ്പിടിക്കാൻ വരികയാണ്. അപ്പോൾ കൃഷി പറയുകയാണത് ഏതൊരു അമ്പലമാണ് എന്ന്. അപ്പോൾ കൺമണി പറയാണ് ആര് വേണമെങ്കിലും കണ്ടോട്ടെ എന്ന്. സാറ് എൻ്റെ അടുത്ത് സോറി പറയാൻ വന്നപ്പോൾ എൻ്റെ മനസ്സിലുള്ള കൃഷി സാർ മരിച്ചുപോയി എന്നല്ലേ ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഞാൻ സാറിനെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും എല്ലാം ചെയ്തല്ലോ. സാറിനെ എന്ത് വേദനിപ്പിച്ചാൽ ഞാൻ ഇറക്കി വിട്ട്, എന്നിട്ട് എന്തിനാ സാർ എനിക്ക് ഇത്രയും വലിയ പുണ്യം ചെയ്തത് എന്ന്. അത് കേട്ട് കൃഷി പറയുന്നുണ്ടായിരുന്നു, കൺമണിയുടെ വീടെന്ന് പറയുന്നത് എൻ്റെ വീടാണ്. എൻ്റെ പെണ്ണ് ജനിച്ച് കളിച്ച് വളർന്ന വീടാണിത്. അവളുടെ സുഖവും സന്തോഷവും എല്ലാം ഈ വീട്ടിലുണ്ട്. അപ്പോൾ ഇത്രയും നല്ല ഓർമ്മയുള്ള വീട് അവൾക്ക് ഇത്രയും പ്രിയപ്പെട്ടതാണെന്ന് എനിക്കറിയാം. അപ്പോൾ അവളുടെ വീട് എൻ്റെയും കൂടി വീടല്ലേ. അതുകൊണ്ടാണ് കൺമണിക്ക് ഈ വീട് ഞാൻ വീണ്ടെടുത്ത് തന്നത്. ഇനി മുതൽ ഈ വീട് കൺമണിയുടെ മാത്രം വീടല്ല, നമ്മളെ രണ്ടുപേരുടെയും വീടാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ കൺമണിയാണ് കൃഷിനെ ചേർത്ത് പിടിക്കുന്ന. ഈ സമയത്താണ് അച്ഛൻ വരുന്നപ്പോൾ അച്ഛനെ കാണുമ്പോൾ കൺമണി അച്ഛാന്ന് പറഞ്ഞ് അച്ഛനെ പോയി കെട്ടിപ്പിടിക്കുകയാണ്. അതിനുശേഷം കൺമണിയുടെ അച്ഛൻ കൃഷിനെ തൊഴുതിട്ട് പറയുന്നുണ്ടായിരുന്നു, എങ്ങനെയാണ് സാറേ ഇതിൻ്റെ നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല എന്ന്. അപ്പോൾ കൃഷി പറയുന്നുണ്ടായിരുന്നു, ഒരു മരുമകന് ഒരുപാട് കടമകൾ അവൻ്റെ ഭാര്യ വീട്ടിൽ ചെയ്ത് തീർക്കാനുണ്ടാകും. അതിലൊരു കടമ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന്. കൺമണിയെ ഇപ്പോൾ തന്നെ കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അച്ഛനും അമ്മയും ജർമ്മനിയിൽ നിന്നൊന്ന് വന്നോട്ടെ. വന്നതിന് ശേഷം ഞാൻ എൻ്റെ കൺമണിയെ ഉറപ്പായിട്ട് തന്നെ കൊണ്ടുപോകുമെന്ന് കൃഷി പറയുന്നുണ്ട്. അപ്പോഴേക്കും സാഗറാണെങ്കിൽ ആൻറ്റി അമ്മയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ജർമ്മനിയിൽ നിന്ന്. ആ അനിയൻകുട്ട എന്താ വിശേഷം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സാഗർ പറയുകയാണ്, ആ ചേച്ചിയമ്മ എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്ന്. ചേച്ചിയമ്മ നമ്മളുടെ കൃപമോളുണ്ടല്ലോ, അവൾ സംസാരിച്ചു. നല്ല രീതിയിലാണ് സംസാരിച്ചു. ഒരു വിക്കലോ ഇടറലോ ഒന്നുമില്ലാതെ നല്ല രീതിയിൽ നമ്മൾ കൃപമോൾ സംസാരിച്ചു. ഇത് കേൾക്കുമ്പോൾ ആൻറ്റിയമ്മ കരയുകയാണ്. അപ്പോൾ സാഗർ ചോദിക്കുകയാണ്, ചേച്ചിയമ്മ കരയുകയാണോ എന്ന്. അപ്പോൾ ആൻറ്റിയമ്മ പറയുന്നുണ്ടായിരുന്നു, ഞാൻ കരഞ്ഞത് സന്തോഷം കൊണ്ടാണ്. എന്തായാലും നമ്മുടെ കൃപമോൾ സംസാരിച്ചല്ലോ, ഇതിലും പരം എന്ത് വലിയ സന്തോഷമാണ് നമുക്ക് കിട്ടാനുള്ളത് എന്ന്. പിന്നീട് സാഗർ പറയുന്നുണ്ടായിരുന്നു, ചേച്ചിയമ്മേ പിന്നെ ഞാനും സുജിയും കൂടി അവിടെ 2 ദിവസത്തിനകത്ത് വരും. അതിനുശേഷം പിറ്റേന്ന് തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് തിരിക്കും ജർമ്മനിയിലേക്ക് എന്ന്. അതെന്താ നീ തിരിച്ചു പോകുന്നതെന്ന് ആൻറ്റിയമ്മ ചോദിക്കണം. അത് കൃപമോൾ ഇവിടെ നിൽക്കട്ടെ, അവൾ എൻ്റെ അടുത്തൊരു ആവശ്യം പറഞ്ഞു, അത് നിറവേറ്റി കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നതെന്ന്. ചേച്ചിയമ്മ ഞാൻ നേരെ വന്നിട്ട് ഞാൻ കോടതിയിലേക്ക് പോയിട്ട് ബലരാമൻ്റെ കേസ് പിൻവലിക്കും, അതിനു വേണ്ടിയാണ് ഞാൻ വരുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ ചേച്ചിയമ്മ ചോദിക്കുകയാണ്, നീ എന്താ പറയുന്നത്, ആ കേസ് പിൻവലിക്കണമെന്നോ? അതെങ്ങനെ സാധിക്കും, നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന്. അവൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞ ആവശ്യമാണത്, അതുകൊണ്ട് എനിക്ക് നിറവേറ്റി കൊടുക്കണമെന്ന്. അതുമാത്രവുമല്ല, അവൾ എന്തോ മനസ്സിൽ കരുതിയിട്ടുണ്ട്. പക്ഷേ നമുക്കൊന്നും അറിയാത്ത ബലരാമനെ കുറിച്ചുള്ള എന്തോ കാര്യം കൃപമോൾക്കറിയാം. അതെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ആദ്യം അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാമെന്ന്. അപ്പോൾ ആൻറ്റിമ്മ പറയുകയാണ്, ഒരു പ്രശ്നമുണ്ടല്ലോ, കൃഷി അറിഞ്ഞ ഇത് ആകെ പ്രശ്നമാവില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സാഗർ പറയുകയാണ്, കൃഷിൻ്റെ കാര്യം അങ്ങ് വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം. കൃഷിന് കൃപമോളെ ഇഷ്ടമാണല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ആൻറ്റിയമ്മ പറയാണ്, അതേ തൂക്കത്തിൽ തന്നെ ബലരാമന് കൃഷിന് വെറുപ്പുമാണ് എന്ന്. അതെന്താ നീ മനസ്സിലാക്കാത്തതെന്നിങ്ങനെ ചോദിക്കുമ്പോൾ സാഗർ പറയുകയാണ്, അതെല്ലാം എനിക്കറിയാം, ഇതെല്ലാം ഞാൻ നോക്കിക്കോളാം, എനിക്ക് വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യണേ. ആൻറ്റിയമ്മ ഭയങ്കര ദേഷ്യത്തിലായതിനു ശേഷമാണ് കൃഷിന് കൺമണിയാണെങ്കിൽ പ്രസാദം തൊട്ട് കൊടുക്കുകയാണ്. കൃഷിയാണെങ്കിൽ കൺമണിക്കും പ്രസാദം തൊട്ട് കൊടുക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് ഉണ്ണി തിരുമേനി വരുന്നത്. ഹലോ, രണ്ടുപേരുടെയും പിണക്കമൊക്കെ മാറിയോ കൺമണി ചേച്ചിക്ക് ഒരു കാര്യം അറിയോ? കൺമണി ചേച്ചി പിണങ്ങിയപ്പോൾ ഈ കൃഷി സാർ ഇവിടെ വന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. എന്നിട്ട് ഈ കൃഷി സാർ എൻ്റെ അടുത്ത് ചോദിച്ചു, കൺമണി ചേച്ചിയുടെ പിണക്കം മാറാനുള്ള എന്തെങ്കിലും പൂജ ഉണ്ടോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു എന്ന്. ഇത് കേട്ട് കൃഷി പെട്ടെന്ന് പറയുന്നുണ്ടായിരുന്നു, തിരുമേനി ചതിക്കരുത് എന്ന്, ഞാനെപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന്. അപ്പോൾ ഉണ്ണി തിരുമേനി പറയുകയാണ്, ഓർമ്മയില്ലേ, എൻ്റെ അടുത്ത് പറഞ്ഞതാണല്ലോ ഈ കാര്യം. നേരത്തെ ഇവിടെ നിന്ന് പറയുന്നത് കേട്ടു, അമ്പലമായാലും കുഴപ്പമില്ല, സ്നേഹം പ്രകടിപ്പിക്കാനുള്ളത് ആണ് എന്ന്. പിന്നെ എന്തിനാ രണ്ടുപേരും മാറി നിൽക്കുന്നതെന്ന്. അപ്പോൾ കൃഷി ചോദിക്കുന്നുണ്ടായിരുന്നു, ഞങ്ങൾ പറഞ്ഞ് എങ്ങനെ ഉണ്ണി തിരുമേനി കേട്ടു എന്ന്. അപ്പോൾ ഉണ്ണി തിരുമേനി പറയുകയാണ്, അതൊക്കെ ഞാൻ കേട്ടു എന്ന്. എനിക്കൊരു 100,000 ചെവികളുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഉണ്ണി തിരുമേനി അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം കൺമണി പറയുകയാണ്, അതെന്താ ആയിക്കോട്ട് പോട്ടെ എന്ന്. അതിനുശേഷം കൺമണി കൃഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, സത്യമാണോ ഉണ്ണി തിരുമേനി പറഞ്ഞത്, ഞാൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പൂജയുണ്ടോ എന്ന് പോയി ചോദിച്ചിരുന്നോ എന്ന്. പൂജ കഴിക്കാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചിരുന്നു, അന്ന് രാത്രിയാണല്ലോ നമ്മൾ ഓഫീസിൽ വെച്ച് കണ്ടത് എന്ന്. എന്നിട്ട് പറയുകയാണ് കൺമണിയുടെ അടുത്ത്, നീ ഇപ്പോൾ തന്നെ ഓഫീസിലേക്ക് എത്തണമെന്ന് പറയുകയാണ് കൺമണിയുടെ അടുത്ത് കൃഷി. ഇന്ന് പുതിയ ചീഫ് ഡിസൈനർ വരുന്ന ദിവസമാണ്. അപ്പോൾ കൺമണി ചോദിക്കുന്നുണ്ടായിരുന്നു, ആരാണ് എൻ്റെ എതിരാളി? മാനസ കൊണ്ടുവന്ന ഒരു പെണ്ണ, ശ്രീദേവി എന്നാ പേര് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴേക്ക് ശ്രീദേവിയെ കാണിക്കുകയാണ്. ശ്രീദേവി വരുന്ന സമയത്ത് ബാക്കിയുള്ള ഡിസൈനറൊക്കെ ശ്രീദേവിയെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എല്ലാവരും ശ്രീദേവി വിഷയമാണ്. അപ്പോഴേക്കും മാനസ അങ്ങോട്ട് വരികയാണ്. വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇതാണ് ശ്രീദേവി, ഇതാണ് നമ്മുടെ പുതിയ ചീഫ് ഡിസൈനർ. ഇനി ഡിസൈനർമാരുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ശ്രീദേവി ആയിരിക്കും.
ശ്രീദേവിയാണെങ്കിൽ പാരീസിൽ നിന്നാണ് ഡിസൈൻസ് എല്ലാം പഠിച്ചിട്ട് വന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ബാക്കിയുള്ള സ്റ്റാഫുകളൊക്കെ അമ്പരന്ന് നോക്കുകയാണ്. മനസ്സ് പറയുന്നതെല്ലാം കേട്ട് ശ്രീദേവിയാണെങ്കിൽ നല്ല തലയെടുപ്പോട് നിൽക്കുമ്പോഴാണ് അവിടേക്ക് കൃഷി വരുന്നത്. അപ്പോഴേക്കും മനസ്സ് പറയുന്നുണ്ടായിരുന്നു, ശ്രീദേവി ഇതാരാണെന്നറിയാമോ, ഇതാണ് നമ്മുടെ ഓഫീസിലെ MD കൃഷ് സാഗർ എന്ന്. കൃഷിനെ കാണുമ്പോൾ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീദേവി കൈ കൊടുക്കുന്നുണ്ടായിരുന്നു കൃഷിന്. അപ്പോഴേക്കും ശ്രീദേവി കൃഷിൻ്റെ അടുത്ത് പറയുകയാണ്, സാറ് ഞാനൊരു കാര്യം പറയുന്നുണ്ട്, സാറിനൊന്നും തോന്നരുത്, ഇവിടുത്തെ ഡിസൈൻ ഒട്ടും പോരാ എന്ന്. ഇതൊരു ആവറേജ് അത്രേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ, ഇതൊന്നും പറ്റത്തില്ല, നമുക്ക് ഏതാണ്ട് നല്ല ഹൈ ലെവലിലുള്ള ഡിസൈനിങ് തന്നെ എത്തണമെന്നിങ്ങനെ പറയുകയാണ് ശ്രീദേവി. അപ്പോഴേക്കും മാനസ പറയുന്നുണ്ടായിരുന്നു, കൃഷ് കൺമണിയെക്കാളും നല്ല ക്വാളിഫിക്കേഷൻ ഉള്ളത് ശ്രീദേവിക്ക് തന്നെയാണ്, അതുകൊണ്ട് ശ്രീദേവിക്ക് നമുക്ക് നമ്മളുടെ ക്യാമ്പിൻ കൊടുക്കണമെന്നിങ്ങനെ പറയുകയാണ്. കേട്ട് കൃഷി പറയുന്നുണ്ടായിരുന്നു, മാനസ എന്ത് തീരുമാനവും എടുത്തോളൂ, എന്ത് തീരുമാനം എടുത്താലും ഞാൻ കൂടെ കാണുമെന്ന് പറഞ്ഞ് പല്ലും കടിച്ചുകൊണ്ട് കൃഷി അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നേ. മാനസ ശ്രീദേവിയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, ആ കൺമണി ഉണ്ടല്ലോ ഇപ്പോൾ ഇങ്ങോട്ട് വരും, അവൾ ഇന്ന് തന്നെ ഇവിടെ നിന്ന് കെട്ടിയെട്ടിക്കണമെന്ന്. അതിനുശേഷം കൃഷി ആണെങ്കിൽ നേരെ ക്യാമ്പിലെത്തിക്കണം. അതിനുശേഷം കൺമണിയെ വിളിക്കുന്നുണ്ടായിരുന്നു. ഫോണിൽ വിളിച്ചിട്ട് കൃഷി പറയുന്നുണ്ടായിരുന്നു, ആ മാനസയുടെ പുതിയ ഇറക്കുമതി ശ്രീദേവി എത്തിയിട്ടുണ്ട്, എനിക്കായിട്ടൊന്നും കളിക്കാൻ പറ്റത്തില്ല, ഞാൻ പുറകിൽ നിന്ന് കളിച്ചോളാം, നീ എല്ലാം വേണ്ടതുപോലെ ചെയ്തോളണമെന്ന് കൺമണിയുടെ അടുത്ത് കൃഷി പറയുന്നുണ്ടായിരുന്നേ. സൈലൻ്റായിട്ട് നമുക്ക് അവളെ അറ്റാക്ക് ചെയ്യണം, കഴിയുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കൃഷിൻ്റെ അടുത്ത് കൺമണി പറയുകയാണ്, എനിക്കെല്ലാം അറിയാം, സാറ് പേടിക്കേണ്ട, ധൈര്യമായിട്ട് ഇരിക്കുക, വേണ്ടതുപോലെ ഞാൻ ചെയ്തോളാം എന്ന് കൺമണി കൃഷിൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോഴേക്കും കൺമണിയുടെ ക്യാബിനിലേക്ക് മാനസയും ശ്രീദേവി എത്തുന്നുണ്ട്. അതിനുശേഷം മാനസ ശ്രീദേവിയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്, കൺമണി ഇതാണ് ശ്രീദേവി, നമ്മുടെ ചീഫ് ഡിസൈനർ എന്ന്. ശ്രീദേവി കൈ കൊടുക്കാൻ പോകുമ്പോൾ കൺമണി കൈ കൂപ്പിയിട്ട് നമസ്കാരം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും മാനസയുടെ മുഖം വല്ലാതാണ്ടാകുകയാണ്. അപ്പോഴേക്കും മാനസ പറയുന്നുണ്ടായിരുന്നു, ശ്രീദേവി പാരീസിലൊക്കെയാണ് ഡിസൈനിങ് കോഴ്സൊക്കെ പഠിച്ചതെന്ന്. ശ്രീദേവി കൺമണിയുടെ അടുത്ത് ചോദിക്കുകയാണ്, കൺമണി ഏത് കോളേജിലാണ് പഠിച്ചതെന്ന്. അപ്പോൾ കൺമണി പറയുകയാണ്, ഞാൻ സാധാ ഗവൺമെൻറ് കോളേജിലാണ് പഠിച്ചതെന്ന്. എൻ്റെ അച്ഛൻ തന്നെയാണ് ഗുരു എന്നിങ്ങനെ പറയുമ്പോൾ അവരുടെ രണ്ടുപേരുടെ മുഖം വല്ലാണ്ടാവുകയാണ്. അതിനുശേഷം മാനസ പറയുകയാണ്, ഇനി ഇവിടെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ശ്രീദേവി നോക്കിക്കോളൂ എന്ന്. അപ്പോഴേക്കും ശ്രീദേവി പറയുന്നുണ്ടായിരുന്നു, കൺമണി ഇവിടെയുള്ളവരാണെങ്കിൽ കഴിവില്ലാത്ത ഡിസൈനർമാരാണ് ഉള്ളത് എന്നിങ്ങനെ. അപ്പോൾ കൺമണി പറയുകയാണ്, അത് മേഡത്തിന് വന്നപ്പോഴേ മനസ്സിലായി അല്ലേ എന്ന്. ഇപ്പോൾ മാനസയെ ഉദ്ദേശിച്ചിട്ട് കൺമണി പറയുകയാണ്, ഇവിടെയാണെങ്കിൽ ഒരുപാട് കഴിവില്ലാത്ത ഡിസൈനർമാരുണ്ട്, കഴിവുള്ള ഡിസൈൻ വരയ്ക്കുന്ന ആ ഡിസൈനറുകളെ തട്ടിയെടുക്കുന്ന ഡിസൈനർമാരാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ കേൾക്കുമ്പോൾ മാനസയുടെ മുഖം വല്ലാണ്ട് വിറളി വെളുക്കുകയാണ്. എന്നിട്ട് കൺമണി പറയുന്നുണ്ടായിരുന്നു, അവരെയൊക്കെ മേഡം എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്ന്. അപ്പോഴേക്കും മാനസ പറയുന്നുണ്ടായിരുന്നു, ഒരു കാര്യം കൂടി പറയാനുണ്ട്, ക്വാളിഫിക്കേഷനിൽ ശ്രീദേവിയാണ് മുൻപന്തിയിൽ, അതുകൊണ്ട് ഇവിടുത്തെ ക്യാബിൻ ശ്രീദേവിക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് കൺമണിയുടെ അടുത്ത് പറയുകയാണ് മാനസ. അപ്പോഴേക്കും കൺമണി പറയുന്നുണ്ടായിരുന്നു, പാരീസിലൊക്കെ പഠിച്ചിട്ട് വന്ന ശ്രീദേവിയെക്കുറിച്ച് മേഡം ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്, ക്യാബിൻ ഷെയർ ചെയ്ത് കൊടുക്കണമെന്നൊക്കെ. ചെയ്തൊരു ഏർപ്പാടാ, ഒരു കാട്ടിൽ 2 ലൈൻ വേണ്ട, സോറി 2 ഡിസൈനർ വേണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ ശ്രീദേവി ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ശ്രീദേവിയെ പിടിച്ച് തള്ളുന്നത് പോലെ കൊണ്ടുവന്ന് ആ ചെയറിലേക്ക് ഇരുത്തിയാണ് കൺമണി. എനിക്ക് അവിടെ പുറത്ത് സീറ്റുണ്ട്, ഞാൻ അവിടെ തന്നെ ഇരുന്നോളാം, ശ്രീദേവി ഇനി മുതൽ ഇവിടെ തന്നെ ഇരുന്നാൽ മതി കേട്ടോ ശ്രീദേവി എന്നിങ്ങനെ പറയുമ്പോൾ മാനസ പറയുകയാണ്, ശ്രീദേവി എന്നോ പറയുന്നത്, മേഡം എന്ന് വിളിക്കുകയെന്ന്. അപ്പോൾ കൺമണി പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാനും ഇവിടുത്തെ ചീഫ് ഡിസൈനറാണ്, എന്നെ മേഡം എന്ന് വിളിച്ചാൽ ഞാൻ തിരിച്ച് അങ്ങോട്ടും മേഡം എന്ന് വിളിക്കുമെന്ന്. അതല്ലേ അതിൻ്റെ മര്യാദയെന്ന്. അതിനുശേഷം മാനസയോട് പറയുന്നുണ്ടായിരുന്നു, ഇനി GM പറഞ്ഞിട്ട് അനുസരിച്ചില്ല എന്ന് വേണ്ട, എന്നാൽ പിന്നെ മേഡം ഒന്ന് വിളിച്ച് കളയാ എന്ന് പറഞ്ഞിട്ട് ശ്രീദേവിയുടെ അടുത്ത് ചെന്നിട്ട് കുനിഞ്ഞു നിന്നിട്ട് കളിയാക്കുന്നത് പോലെ ശ്രീദേവിയെ, ഹലോ മേഡം ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. പേർക്കും കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് കൺമണി അവിടെ നിന്ന് ബാഗ് കൊടുത്തുകൊണ്ട് ഇറങ്ങിയാണ്. അപ്പോൾ ശ്രീദേവി മാനസയുടെ അടുത്ത് പറയുകയാണ്, നമ്മൾ വിചാരിച്ച പോലെയുള്ള ആളല്ല കൺമണി, ഒരു പൊടിക്ക് ഇത്തിരി കൂടുതലാണ് എന്ന്. അപ്പോൾ മാനസ പറയുകയാണ്, എന്തായാലും കുഴപ്പമില്ല, അവളെ ഇവിടെ നോട്ടിക്കണമെന്ന് പറയുകയാണ് മാനസയും. അതിനുശേഷം മാനസയാണെങ്കിൽ നെയിം ബോർഡ് എടുത്ത് മാറ്റുകയാണ്. കൺമണി ശ്രീനിവാസൻ ചീഫ് ഡിസൈനർ എന്നുള്ള നെയിം ബോർഡ് എടുത്ത് വേസ്റ്റ് ബക്കറ്റിലേക്ക് ഇടുകയാണ്. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഒരു ദിവസം ഇതുപോലെ ആ കൺമണിയെ എടുത്ത് വേസ്റ്റ് ബക്കറ്റിൽ എടുത്തെറിയണമെന്ന്. മാനസ ശ്രീദേവിയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, ശങ്കർമോഹൻ സാർ വരുമ്പോൾ ശ്രീദേവിയാണ് ഇവിടെ സ്കോർ ചെയ്യാനുള്ളതെന്ന്. അതിനുശേഷം ഇതെല്ലാം കണ്ടുകൊണ്ട് കൃഷിയാണെങ്കിൽ ക്യാബിനിൽ ഇരിക്കുകയാണ്. നേരെയാണ് ക്യാബിന്. മാനസ ശ്രീദേവിയുടെ അടുത്ത് പറയുകയാണ്, 1 ഇഞ്ച് പോലും കൺമണിക്ക് വിട്ടു കൊടുക്കരുത്. ഇതെല്ലാം കേൾക്കുകയാണ്. കൃഷിയാണെങ്കിൽ തലയ്ക്ക് കൈയും താങ്ങി അങ്ങനെ ഇരിക്കുകയാണ്. കൃഷിൻ്റെ നേരെ ആയിരുന്നല്ലോ കൺമണിക്ക് ക്യാബിന് ഒരുക്കി കൊടുത്തത്. ഇനിയിപ്പോൾ കൺമണിയെ കാണാൻ പറ്റത്തില്ലല്ലോ, ആ വിഷമത്തിലൊക്കെയാണ് കൃഷി. അതിനുശേഷം കൺമണിയാണെങ്കിൽ ഡിസൈനർമാരുടെ അടുത്തേക്ക് പോവുകയാണ്. കൺമണി അവിടേക്ക് ചെന്നിട്ട് പറയുകയാണ്, മാളിക പോലെ അറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നത് ഭവാൻ, ആ അവസ്ഥയിലാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥയെന്നിങ്ങനെ പറയുകയാണ്. ഇപ്പോൾ ക്യാബിനും പോയി എല്ലാം പോയി, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ അവർ കൈയടിച്ച് സ്വാഗതം ചെയ്യുകയാണ് കൺമണിയെ. കൺമണിക്ക് ഇവിടെ ഇരിക്കാനാണ് താല്പര്യമെന്ന് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. പിന്നെ മാനസ, അവളെ ആണെങ്കിൽ ഞങ്ങൾക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ.
അവരെ വന്നപ്പോൾ എന്താ പറഞ്ഞത്, നമ്മളെ ഇവിടെ നിന്നൊക്കെ പുറത്താക്കുമെന്നാണ് പറഞ്ഞത് എന്ന്. ഒന്നും വിചാരിക്കാൻ പോലും വയ്യ എന്ന്. അപ്പോൾ കൺമണി പറയുകയാണ്, അത് നമ്മുടെ ജി എം അല്ലേ, ജി എം ഒന്ന് പോകാൻ പറയും ജി എമ്മിനെ. നമ്മുടെ കൂടെ ഇപ്പോൾ കൺമണി ഉണ്ടല്ലോ, കൺമണി കൂടെ ഉള്ള ഒരു ആശ്വാസത്തിലാണ് ഞങ്ങളും. അപ്പോഴേക്കും ഡിസൈനർമാർ പറയുകയാണ്, കൺമണിക്ക് ഞങ്ങളുടെ ഇരിക്കാൻ ഒത്തിരി ആഗ്രഹമുണ്ടെന്ന് അറിയാം എന്ന്. കൺമണി അപ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഇപ്പോഴാണ് ആ ശ്വാസം മുട്ടൽ മാറിയത്, ആ റൂമിൽ ഒറ്റയ്ക്കായിരുന്നു ഞാൻ ഇരുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അതിന് ശേഷം കൺമണി കൃഷി വിളിക്കുന്നുണ്ടായിരുന്നേ ഫോണിലേക്ക്. അപ്പോൾ കൺമണി മാറി നിന്ന് എന്താ സാറേ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് കൃഷി കൺമണിയുടെ അടുത്ത് ചോദിക്കുകയാണ്, എന്തിനാ ക്യാബിൻ വിട്ടു കൊടുത്തതെന്ന്. അപ്പോൾ കൺമണി പറയുകയാണ്, ഒന്നാമത് എനിക്ക് ആ ക്യാബിൻ ശ്വാസം മുട്ടലാണ് സാറേ എന്നിങ്ങനെ പറയുന്നിടത്ത് വെച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.